നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 400 ബില്യൺ സ്റ്റാർസ് ഉണ്ട്. അതായത് 40,000 കോടി നക്ഷത്രങ്ങൾ. ഓരോ സെക്കൻഡിലും ഓരോ സ്റ്റാർസിനെ വെച്ച് എണ്ണിയാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ മുഴുവൻ നക്ഷത്രങ്ങൾ എണ്ണിത്തീരാൻ ഏകദേശം 12,000 വർഷങ്ങളെടുക്കും. മിൽക്കി വേ ഗാലക്സി പോലെ തന്നെ കോടാനുകോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിലോരോന്നിലും നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നക്ഷത്രങ്ങളും. നാം എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും സ്റ്റാർസിൻ്റെ അകത്തുണ്ടായ മൂലകങ്ങൾ കൊണ്ടാണ്. എങ്ങനെയാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്? നിങ്ങളെയും എന്നെയും ഉണ്ടാക്കിയ മൂലകങ്ങൾ ഒരേ നക്ഷത്രത്തിൽ നിന്ന് തന്നെയാണോ? എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളായി മാറുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്പേസിലെ ഹൈഡ്രജനും ഹീലിയവും മറ്റു പൊടിപടലങ്ങളും ഗ്രാവിറ്റി കാരണം അടിഞ്ഞുകൂടിയാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരം പൊടിപടലങ്ങൾക്ക് നെബുല എന്നാണ് വിളിക്കുന്നത്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ വിശാലമായി കിടക്കുന്ന നേർത്ത വാതകങ്ങളും മൂലകങ്ങളും തന്മാത്രകളുമെല്ലാം ചേർന്നതാണ് നെബുല. ഹൈഡ്രജനും ഹീലിയവും ഗ്രാവിറ്റി കാരണം അടിഞ്ഞുകൂടിയുണ്ടായ വാതക ഭീമൻ്റെ ഉള്ളിലെ മർദ്ദം മെല്ലെ കൂടാൻ തുടങ്ങും. തന്മൂലം താപവും കൂടും. അവസാനം താപനില കൂടിക്കൂടി വന്ന് 2 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേരുന്ന അവസ്ഥയിലെത്തും. ഇതിനെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഹൈഡ്രജൻ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകൾ ചേർന്ന് ഡ്യൂട്ടീരിയവും പിന്നീട് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസും ഉണ്ടാകും. ഈ പ്രക്രിയ പ്രകാശത്തിൻ്റെ രൂപത്തിലും താപമായും കുറേ ഊർജം പുറത്തുവിടും. ഇവിടെ ഒരു നക്ഷത്രം ജനിക്കുകയാണ്. ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതകാലത്തിൻ്റെ ഏതാണ്ട് 90% ഹൈഡ്രജൻ ഫ്യൂഷനാണ് നടക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നു. ഈ ഉണ്ടാകുന്ന ഹീലിയത്തിന് ഹൈഡ്രജനേക്കാൾ ഭാരം കൂടുതലായിരിക്കും. തന്മൂലം അത് നക്ഷത്രത്തിൻ്റെ ഉള്ളിലെ കോറിൽ അടിയുന്നു. ഉള്ളിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി എനർജി ഉണ്ടാകുന്നുണ്ട്. ഈ എനർജി പ്രകാശത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് പ്രവഹിക്കുന്നു. ഇത് കാരണം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു പുഷ് ഉണ്ടാകുന്നു. ഗ്രാവിറ്റി കാരണം പുറമേ നിന്ന് പാർട്ടിക്കിൾസ് ഉള്ളിലോട്ട് അടുക്കും. അങ്ങനെ ഉള്ളിലേക്കും ഒരു പുഷ് ഉണ്ടാകും. ഈ 2 ഫോഴ്സും ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഈ അവസ്ഥ കുറേ കാലം തുടർന്നു പോകും. ഇതാണ് നക്ഷത്രങ്ങളുടെ പ്രധാന ജീവിതകാലം. നക്ഷത്രങ്ങൾക്ക് ഒരു ലൈഫ് സൈക്കിളുണ്ട്. അവിടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്നത് നക്ഷത്രങ്ങളുടെ വലുപ്പമനുസരിച്ചിരിക്കും. ലോ മാസ് സ്റ്റാർസ്, ഹൈ മാസ് സ്റ്റാർസ് എന്നീ 2 രീതിയിൽ നമുക്ക് നക്ഷത്രങ്ങളെ തരംതിരിക്കാം. ആദ്യം ലോ മാസ് സ്റ്റാർസിനെ എടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ. ഇങ്ങനെയുള്ള ചെറിയ നക്ഷത്രങ്ങളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം കുറേ കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു വരും. ഹൈഡ്രജൻ എല്ലാം ഫ്യൂസ് ചെയ്ത് ഹീലിയമായി മാറുന്നു. സ്റ്റാർസിലെ കോറിൽ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാത്ത അവസ്ഥ വരും. അതോടുകൂടി എനർജി പ്രൊഡക്ഷൻ കുറയുകയും ഇത് കാരണം പുറത്തേക്കുള്ള പുഷിങ് കുറയുകയും ചെയ്യുന്നു. ഈ സമയം പുറമേ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആധിപത്യം സ്ഥാപിക്കുകയും പാർട്ടിക്കിൾസ് അടുത്തു വരാൻ തുടങ്ങുകയും ചെയ്യും. തന്മൂലം കോറിലെ താപം വീണ്ടും വർദ്ധിക്കുന്നു. അങ്ങനെ കോറിലുള്ള ഹീലിയത്തിൻ്റെ ഫ്യൂഷൻ നടക്കുന്നു. 3 ഹീലിയം ന്യൂക്ലിയസുകൾ ചേർന്ന് കാർബൺ ഉണ്ടാകുന്നു. നക്ഷത്രത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും കോറിലടിഞ്ഞ് ഹീലിയം ഫ്യൂസ് ചെയ്യുന്നത്. ചെറിയ നക്ഷത്രങ്ങളിൽ കാർബൺ ഓക്സിജൻ പ്രൊഡക്ഷൻ വളരെ ചെറിയ അളവിൽ മാത്രമായിരിക്കും നടക്കുക. ഹീലിയം ഫ്യൂസ് ചെയ്യുമ്പോൾ ശക്തമായ ടെമ്പറേച്ചർ കോറിൽ ഉണ്ടാവുകയും ഉയർന്ന അളവിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇത് കാരണം പുറത്തേക്കുള്ള പുഷ് അതിശക്തമാകുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് കാരണം ഹൈഡ്രജൻ പുറത്തേക്ക് തള്ളും. തുടർന്ന് നക്ഷത്രം വലുതായി വരുന്നു. ഇതിനെ റെഡ് ജയന്റ് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം കാരണം സ്റ്റാർസിലെ ഔട്ടർ സർഫസും കോറും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് വരുന്നു. തന്മൂലം ഔട്ടർ സർഫസും ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നു. അവസാനം ഔട്ടർ സർഫസ് പുറത്തേക്ക് തെറിച്ചു പോകും. ഇതാണ് നമ്മൾ സ്പേസിൽ കാണുന്ന ഗ്യാസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ നെബുല. ഉള്ളിലുള്ള കോർ വൈറ്റ് ഡാർഫ് എന്നറിയപ്പെടുന്നു. ഇത് കത്തിത്തീർന്ന് തണുക്കാൻ തുടങ്ങും. ഒരു നക്ഷത്രം ഭൂരിഭാഗം ഹൈഡ്രജൻ ഉപയോഗിച്ച ശേഷം 100 കോടി വർഷങ്ങളെങ്കിലും എടുക്കും വെളുത്ത കൊള്ളൻ അല്ലെങ്കിൽ വൈറ്റ് ഡാർഫ് ആവാൻ. അത് തണുക്കാനെടുക്കും വീണ്ടും ഏതാനും 100 കോടി വർഷങ്ങൾ. നമ്മുടെ സൂര്യന് സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഒരിക്കൽ സൂര്യനിലെ ഹൈഡ്രജൻ എല്ലാം കത്തിത്തീർന്ന് ചുമന്ന ഭീമനായി മാറും. പക്ഷേ അതിന് ഇനിയും എടുക്കും 450 കോടി വർഷങ്ങൾ. ആ സമയത്ത് ഔട്ടർ സർഫസിൽ ബാക്കിയുള്ള ഹൈഡ്രജൻ എല്ലാം പുറത്തേക്ക് തള്ളി വരുമ്പോൾ നമ്മുടെ ഭൂമിയെല്ലാം അതിന് ഉള്ളിലാകും. അവസാനം സൂര്യൻ ഒരു വൈറ്റ് ഡാർഫായി മാറും. അന്ന് നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലായിരിക്കും താമസമാക്കിയിട്ടുണ്ടാവുക. ഇനി ഹൈ മാസ് സ്റ്റാറുകളുടെ കാര്യമെടുക്കാം. വലിയ നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണം അതിഭയങ്കരമാണ്. അതിനാൽ അതിൻ്റെ കോറിലെ ടെമ്പറേച്ചർ വളരെ അധികമായിരിക്കും. ന്യൂക്ലിയർ ഫ്യൂഷൻ വളരെ പെട്ടെന്ന് ഇവിടെ നടക്കും. അതായത് വളരെ പെട്ടെന്ന് ഹൈഡ്രജൻ കത്തിത്തീരും. ഹൈഡ്രജൻ ചേർന്ന് ഹീലിയവും കാർബണും ഓക്സിജനും തുടർന്നു പോയി സിലിക്കണും ഇരുമ്പും വരെയുള്ള മൂലകങ്ങൾ ഉണ്ടാകും.
ചെറിയ നക്ഷത്രങ്ങൾ എരിഞ്ഞു തീരാൻ നൂറുകണക്കിന് കോടി വർഷങ്ങൾ എടുക്കുമ്പോൾ വലിയ നക്ഷത്രങ്ങൾക്ക് ഏതാനും കോടി വർഷങ്ങൾ മാത്രം മതി. വലിപ്പം കൂടുന്തോറും നക്ഷത്രങ്ങളുടെ ആയുസ്സും കുറയും. ചെറിയ നക്ഷത്രങ്ങളിൽ, ഉദാഹരണത്തിന് സൂര്യൻ പോലുള്ളവയിൽ, ഹീലിയം, കാർബൺ, ഓക്സിജൻ എന്നീ ലൈറ്റ് എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ള ഹെവിയർ എലമെൻറ്റ്സ് എല്ലാം വലിയ നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശരീരവും കല്ലും മണ്ണും എന്നിവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട എലമെൻറ്റ്സ് ഉപയോഗിച്ചാണ്. ഇരുമ്പ് വരെയുള്ള മൂലകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വലിയ മൂലകങ്ങൾ ഫ്യൂഷനിലൂടെ ഉണ്ടാകാനുള്ള താപനില നക്ഷത്രങ്ങളിലുണ്ടാവില്ല. അപ്പോൾ തുടർന്ന് ഫ്യൂഷൻ നടക്കില്ല. ഇങ്ങനെ വരുമ്പോൾ അവയുടെ ചൂട് കുറയും, പുറത്തേക്കുള്ള തള്ളൽ ബലം കുറയും, ഗുരുത്വാകർഷണത്തിൻ്റെ ഉള്ളിലേക്കുള്ള വലിക്കൽ വിജയിക്കും. നക്ഷത്രം മൊത്തമായി ഉള്ളിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് തകർന്നടിയും. സെക്കൻഡുകൾക്കുള്ളിൽ അകത്തെ താപനില വളരെയധികം ഉയരും. അതുപോലെ അകത്തേക്ക് വലിഞ്ഞ പുറംഭാഗത്തെ വാതകങ്ങൾ അതിശക്തമായി പുറത്തേക്ക് തെറിക്കും. ഈ പ്രതിഭാസമാണ് സൂപ്പർനോവ. ഈ സമയത്ത് ഉള്ളിലെ അതിഭയങ്കരമായ ചൂടിൽ ഇരുമ്പിൻ്റെ മുകളിലുള്ള വലിയ മൂലകങ്ങൾ ഉണ്ടാകുന്നു. പുറത്തേക്ക് തെറിച്ച ഇവയൊക്കെ പ്രപഞ്ചത്തിൽ ശൂന്യാകാശത്തെ നെബുല എന്ന് വിളിക്കുന്ന മേഘങ്ങളെ അവശേഷിക്കും. നാം മുമ്പ് പറഞ്ഞ പൊടിപടങ്ങളിൽ നിന്നും പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജനിക്കുന്നു. നിങ്ങൾ അണിയുന്ന സ്വർണവും പ്ലാറ്റിനവുമൊക്കെ സൂപ്പർനോവകളിൽ ഉണ്ടാക്കപ്പെട്ടവയാണ്. അവയുണ്ടാകുന്ന അളവ് ഇരുമ്പിനെ അപേക്ഷിച്ച് അനേകായിരം മടങ്ങ് കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വലിയ വില കൊടുത്ത് അവയൊക്കെ വാങ്ങുന്നത്. ഒരു സൂപ്പർനോവയിൽ അനേകായിരം സൂര്യന്മാരുടെ പ്രകാശമായിരിക്കും സെക്കൻഡുകൾ കൊണ്ട് പുറത്തു വരുന്നത്. നമ്മുടെ ഗാലക്സിയിൽ സംഭവിക്കുന്ന സൂപ്പർനോവകൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ഗാലക്സിയിൽ ഒരു നൂറ്റാണ്ടിൽ ശരാശരി 2 എന്ന കണക്കിൽ സൂപ്പർനോവകൾ ഉണ്ടാകുന്നുവത്രേ. പണ്ട് കാലത്തെ എഴുത്തുകളിൽ ആകാശത്ത് വളരെ തെളിഞ്ഞ നക്ഷത്രമോ രണ്ടാമത് ചെറിയ സൂര്യനെയോ കണ്ടതായി എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വളരെ പ്രശസ്തമായ ക്രാബ് നെബുല എന്ന മേഘപടലങ്ങൾ 1054 ഒരു സൂപ്പർനോവയുടെ ബാക്കിയാണ്. 2 സൂര്യന്മാരോ ചന്ദ്രന്മാരോ ആകാശത്ത് വന്നതായി പുരാതന മനുഷ്യരുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. കാശ്മീരിൽ കണ്ടെത്തിയ പാറയിൽ വരച്ച ഇത്തരമൊരു ചിത്രത്തിൽ 2 സൂര്യന്മാരെ വരച്ചതായി കാണുന്നുണ്ട്. ഇത് BC 4000-നും 2000-നും ഇടയിലുള്ള ചിത്രമാണ്. അവർ HB9 എന്ന സൂപ്പർനോവ കണ്ട് വരച്ചതായിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്. ഇതവർ ആകാശത്ത് നമ്മുടെ ചന്ദ്രൻ്റെ വലിപ്പത്തിൽ കണ്ടിട്ടുണ്ടാവാം. ഒരു സൂപ്പർനോവ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ ഔട്ടർ സർഫസ് ഒക്കെ പൊട്ടിത്തെറിച്ചു പോയി ഉള്ളിലെ കോർ മാത്രം അവശേഷിക്കും. ഈ കോറിൻ്റെ ഭാരം സൂര്യനേക്കാൾ 1.4 മടങ്ങിൽ കുറവാണെങ്കിൽ അതൊരു വൈറ്റ് ഡ്വാർഫായി അവശേഷിക്കും. എന്നാൽ കോറിൻ്റെ ഭാരം 1.4 മടങ്ങിൽ കൂടുതലാണെങ്കിലോ? 1.4 മുതൽ 3 സൂര്യഭാരത്തിൻ്റെ ഇടയിലാണ് ഭാരമെങ്കിൽ കോറിൻ്റെ ഗുരുത്വാകർഷണം അതിഭയങ്കരമായിരിക്കും. ഇത്രയും ശക്തമായ ഗ്രാവിറ്റി കാരണം ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോണുകൾ വരെ ന്യൂക്ലിയസിന് ഉള്ളിലേക്ക് കയറ്റപ്പെടും. ഇത് ന്യൂക്ലിയസിന് ഉള്ളിലെ പ്രോട്ടോണുമായി ചേർന്ന് ന്യൂട്രോണായി മാറും. അങ്ങനെ നക്ഷത്രത്തിൻ്റെ കോർ ന്യൂട്രോണുകൾ മാത്രമുള്ള വലിയൊരു ന്യൂക്ലിയസായി മാറും. ഇതാണ് ന്യൂട്രോൺ സ്റ്റാർ. ഭൂമിയുടെയൊക്കെ വലിപ്പമുള്ള ഒരു കോറിനെ 10-20 കിലോമീറ്റർ വ്യാസത്തിലേക്ക് ചുരുക്കിയാൽ കിട്ടുന്നതാണ് ന്യൂട്രോൺ നക്ഷത്രം. ഇതിൻ്റെ സാന്ദ്രത അതിഭീകരമായിരിക്കും. ഇതൊരു സ്പൂൺ എടുത്താൽ ലക്ഷക്കണക്കിന് ടൺ വരും. എന്നാൽ കോറിൻ്റെ ഭാരം സൂര്യൻ്റെ ഭാരത്തേക്കാൾ 3 മടങ്ങിൽ കൂടുതലാണെങ്കിലോ? അതിഭയങ്കരമായ ഗ്രാവിറ്റി ആയിരിക്കും ഇവിടെ. ഗ്രാവിറ്റി ന്യൂട്രോൺ നക്ഷത്രത്തെയും ഉള്ളിലേക്ക് ഞെരുക്കും. ഗ്രാവിറ്റി ഇതിനെ ഞെരുക്കി കൊണ്ടുവരും. ഇതാണ് ബ്ലാക്ക് ഹോൾ. പ്രകാശത്തിന് പോലും അവയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ധാരാളം സൈദ്ധാന്തികമായ ഗവേഷണങ്ങൾ ആദ്യമായി ബ്ലാക്ക് ഹോളിനെ പ്രവചിച്ചു. നേരിട്ട് കാണുവാൻ കഴിയില്ലെങ്കിലും അത്യധികം ഭാരമുള്ള ബ്ലാക്ക് ഹോൾ സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന വക്രത കാരണം അടുത്തുകൂടി പോകുന്ന പ്രകാശത്തിൻ്റെ പാതയെ അത് വക്രീകരിക്കുന്നു. അതുപോലെ ബ്ലാക്ക് ഹോളിൻ്റെ പുറം അരികിൽ നിന്നും റേഡിയോ തരംഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. മെസ്സിയർ 87 എന്ന ഗാലക്സിയുടെ നടുക്കുള്ള ഫീമൻ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിലുമുള്ള റേഡിയോ തരംഗങ്ങൾ ഭൂമിയിൽ പല ഭാഗത്തായി വെച്ച ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് സ്വീകരിക്കുകയും അതിൽ നിന്ന് ഈ തരംഗങ്ങൾ ബ്ലാക്ക് ഹോളിന് ചുറ്റും എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ചിത്രം രൂപപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു ബ്ലാക്ക് ഹോളിനെ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചു. മിക്കവാറും ഗാലക്സികളുടെ നടുക്ക് വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടാകും. നമ്മുടെ ഗാലക്സിയുടെ നടുവിലുമുണ്ട് വലിയ ഒരെണ്ണം, സഗിറ്റേറിയസ് A. നക്ഷത്രങ്ങൾ വലിയൊരു അത്ഭുതമാണ്. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. നക്ഷത്രങ്ങളാണ് ബ്ലാക്ക് ഹോളുകളായി മാറുന്നത്. ഈ ബ്ലാക്ക് ഹോളുകൾ വഴി മറ്റു പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ചില ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു. ശരിക്കും നക്ഷത്രങ്ങൾ മറ്റു പ്രപഞ്ചത്തിലേക്കുള്ള വാതിലുകളാണോ?